ഫകുൻ കമാ ശിഅത, എങ്ങനെയാണോ നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ജീവിച്ചോ. പക്ഷെ ജീവിതം നീ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിനനുസരിച്ചാണ് അല്ലാഹു നിന്നോട് തിരിച്ചു പെരുമാറുന്നത്. കമാ തദീനു തുദാൻ, നീ നൽകിയതാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. നീ വിത്തിടുന്നുണ്ട്, ആ വിത്തിൽ നിന്ന് എന്താണോ നീ വിത്തിടുന്നത് അതാണ് നിനക്ക് കൊയ്തെടുക്കാനുള്ളത്. അല്ലാതെ നീ നൽകിയതല്ലാതെ ഒന്നും നിനക്ക് തിരിച്ചു കിട്ടൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നിനക്ക് ദുനിയാവിലും കിട്ടുന്നത്, ആഖിറത്തിലും കിട്ടുന്നത്. നന്മയുടെ ആളുകളാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് ദുനിയാവിലെ സുഖങ്ങളും നൽകും, ആഖിറത്തിലെ സുഖങ്ങളും നൽകും. മൻ അമില അമലൻ സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും നന്മ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് വളരെ സന്തുഷ്ടമായ ജീവിതമായിരിക്കും. നന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, വളരെ മനോഹരമായ ജീവിതമാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. ദുനിയാവിൽ മാത്രമാണോ? അല്ല, ആഖിറത്തിലും അതുപോലെയാണ്. നേരെ മറിച്ച് തിന്മ ചെയ്യുന്നവരാണെങ്കിൽ വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, എന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നവർ, എന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അത്തരം ആളുകൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് വളരെ കുദുസായ ജീവിതമാണ്. ജീവിതം രണ്ട് സ്റ്റൈലിലാണ് മനുഷ്യന്റെ ജീവിതം, രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ഒന്ന് കുദുസായ ജീവിതം, രണ്ട് വളരെ വിശാലമായ ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം, ദുഃഖം നിറഞ്ഞ ജീവിതം. ഈ രണ്ട് രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത്. നല്ല സന്തോഷത്തോടുകൂടി, എന്നും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്, എന്നും വലിയ പ്രയാസത്തോടുകൂടി ജീവിക്കുന്നത്, അതിന്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. മൻ അമില അമലൻ സ്വാലിഹാ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീയായാലും അല്ലാഹു അവർക്ക് പകരം നൽകുന്നത്, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് പകരം നൽകുന്നത് ഹയാതൻ തയ്യിബ, വളരെ മനോഹരമായ ജീവിതമാണ്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി നിൽക്കുന്നവർ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവർ, അവർക്ക് ഞാൻ നൽകുന്നത് എങ്ങനെയാണ്? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ, വളരെ കുദുസായ ഭാരം നിറഞ്ഞ ജീവിതമാണ്, ടെൻഷനുകൾ നിറഞ്ഞ ജീവിതമാണ് അത്തരം ആളുകൾക്ക് അല്ലാഹു നൽകുന്നത്. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, സന്തുഷ്ടമായ ജീവിതം നയിക്കണോ അല്ല കുദുസായ ജീവിതം നയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ സ്വയം തീരുമാനമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഒരാളെയും അല്ലാഹു വെറുതെ ആക്രമിക്കുന്നില്ല, ഒരാളെയും അല്ലാഹു വെറുതെ ശിക്ഷിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യൻ ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഫബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് അല്ലാഹു മനുഷ്യന് ശിക്ഷയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകുന്നത്. വമാ വലംനാഹും, ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല, പക്ഷേ അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. വലാകിൻ കാനൂ, അവർ സ്വയം ആക്രമിച്ചവരാണ്, അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. ഞാൻ ഒരാളെയും ആക്രമിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരാൾ അക്രമത്തെ ചോദിച്ചു വാങ്ങുന്നത്? അവരുടെ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന്റെ ചെയ്തിയും പ്രവർത്തനങ്ങളുമാണ് അക്രമങ്ങളെ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുള്ള പരിഹാരം അല്ലാഹുവിന്റെ പാത, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന വഴി നമ്മൾ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാനൊരു വഅദ് പറയാൻ പോവുകയാണ്, ഞാനൊരു വഅദ് പറയാൻ പോവുകയാണ്. ആരാണ് ഈ വഅദ് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതാരാ? ഒരു വഅദിന് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം ഒന്ന് വഅദ് കേൾക്കണം എന്നുള്ളതാണ്.
വാദ് കേൾക്കണം. വാദിന് വന്നിട്ട് ഗെയിം കളിക്കണം, സദസ്സിലിരുന്നിട്ട് അങ്ങനെ കളിക്കാവുന്നതാണ്. 2, 3, 4 ചെറുപ്പക്കാർ ഒന്നിച്ചിരുന്നാൽ മൊബൈൽ ഫോൺ എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും കിക്ക് ചെയ്യാനും ബോംബിടാനും ഒക്കെ കഴിയും. മൊബൈൽ ഫോണിലൂടെ ഒരു ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ പറ്റും. അപ്പുറത്തേക്ക് ഇതിൽ അങ്ങനെ ചില ആളുകൾ കളിക്കാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ സദസ്സിലിരുന്നിട്ട് കളിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും, തുടക്കം മുതൽ അവസാനം വരെ കിടന്നുറങ്ങും. പിന്നെ ഇരിക്കും, ചിന്തയൊക്കെ വേറെ എവിടെയോ ആണ്, ഈ ഭാഗത്തൊന്നുമല്ല. വേറെ നടക്കും ചിന്തകൾ. ഇങ്ങനെ രാവിലെ ആശ്രയിച്ചതും സ്കൂളിൽ പോയതും തിരിച്ചു വന്നതും ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. പിന്നെ വളണ്ടിയർമാരൊക്കെ ആയാൽ പിന്നെ വളണ്ടിയർമാരുടെ തിരക്കാണ്, അവർക്ക് പിന്നെ വാലുകൾക്കാണ് സമയം ഉണ്ടാവില്ല. ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ വാലിന് വരുന്ന നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം 3 എണ്ണമാണ്. അതിലൊന്ന് ഈ വാലിൽ എന്തായി പറയുന്നത് എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. 1 പഠിക്കണം, പറയുന്നത് പഠിക്കണം. 2 അത് ജീവിതത്തിൽ പകർത്തണം. 3 അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് 3 നിങ്ങളുടെയൊക്കെ മുമ്പിലുള്ള ബാധ്യത. വാല് പറയുന്ന ആളുകളുടെ മുമ്പിൽ മാത്രമൊന്നല്ല ബാധ്യത, വാല് കേൾക്കുന്ന നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട്. പഠിക്കണം, പകർത്തണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത്, ഞാൻ പറയാൻ പോകുന്ന വിഷയം പഠിക്കാൻ തയ്യാറുള്ളവർ ആരാണ്? ഫയഅമലു ബിഹിന്ന, പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തണം. വാല് കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പകർത്തണം. ഔ യുഅല്ലിമു മയ്യഅമലു ബിഹിന്ന, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവർ ജീവിതത്തിൽ പകർത്താൻ തൽപരരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന തൽപരക്കാരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനോട് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയാൻ പോകുന്ന വിഷയം ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്, ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈപൊക്കിയപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എന്റെ കൈ പിടിക്കുകയുണ്ടായി. അബൂ ഹുറൈറയെ അടുത്തേക്ക് വിളിക്കുകയാണ് നബി തങ്ങൾ. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എന്റെ കൈ പിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി തന്നു. 5 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി തന്നു. ഇതൊരു സ്റ്റൈലാണ്, വാദിന്റെ ഒരു രീതിയാണ്. മക്കളോടൊക്കെ ഈ ഒരു രീതിയിലുള്ള സമീപനം വേണമെന്നാണ്. വിളിക്കേണ്ട രീതി നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മക്കളെ എങ്ങനെ വിളിക്കണം? യാ ബുനയ്യ, പൊന്നുമോനെ, യാ ഗുലാം, കൊച്ചുമോനെ, ചെറിയ മോനെ, പൊന്നുമോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സ്നേഹപ്രകടനങ്ങളായിരിക്കണം മക്കളെ വിളിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. മക്കളുടെ പേരിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് നമ്മൾ വിളിക്കേണ്ടത്. ഖുർആൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം അങ്ങനെയാണ് പറയുന്നത്, യാ ബുനയ്യ ഇന്നഹാ യതകു മിസ്ഖാല ഹബ്ബ, പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 5-6ഓളം ഉപദേശങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്നത്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശൈലി എങ്ങനെയായിരുന്നു? വഅദ് പറയുന്ന സമയങ്ങളിൽ ചില ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് അവരുപദേശിക്കും, അവരടുത്ത് വിളിക്കും, അവരുടെ കൈ പിടിക്കും, മുസാഫഹത്ത് ചെയ്യും. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, അന്നൽ മുസാഫഹത തസീദു ഫിൽ മവദ്ദ, മുസാഫഹത്ത് എന്നുള്ളത് പരസ്പരം കൈപിടിക്കുന്നത്, മുസാഫഹത്ത് ചെയ്യുന്നത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മാറോട് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു. വിദൂരത്തു നിന്ന് യാത്ര ചെയ്തു വരുന്ന മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസയെ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടിയപ്പോ തന്റെ തുണി പോലും മുണ്ടുപോലും
അല്ലാഹുവിന്റെ ഹബീബ് നേരെ ഉടുത്തിരുന്നില്ല. അതിങ്ങനെ നിലത്തുകൂടെ വലിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസയെ സ്വീകരിക്കാൻ ചെന്നിട്ട് അവരെ നെറ്റിത്തടങ്ങളിൽ ചുംബിച്ചതും അവരെ മുആനഖ ചെയ്തതുമൊക്കെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. മക്കളോടുള്ള പെരുമാറ്റം വളരെ സ്നേഹത്തോട് വേണം, മുസാഫഹത്ത് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന മക്കൾ ഉപ്പയോടും ഉമ്മയോടും സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇനി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ വീട്ടിലേക്ക് കയറുമ്പോ വീടിന്റെ അകത്തലങ്ങളിലുള്ള മാതാപിതാക്കളോട്, അകത്തലങ്ങളിലുള്ള കുടുംബങ്ങളോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കയറി വരുന്ന ശീലമുണ്ടാവണം. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും മക്കളോടും, മാതാവ് ആരായാലും ജോലിക്ക് പോകുമ്പോഴും അങ്ങാടിയിലേക്ക് പോകുമ്പോഴും സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുന്ന, കൈപിടിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ്, സ്നേഹം വർദ്ധിക്കുമെന്നാണ്. യമനുകാരാണ് ആദ്യമായി മുസാഫഹത്ത് തുടങ്ങിയത്. മുസാഫഹത്ത് ചെയ്യാൻ തുടങ്ങിയത് യമനുകാരാണ്. അപ്പൊ മുസാഫഹത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ മക്കളൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്ത് ചില സമയങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് മാറോട് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു, ഷോൾഡറിൽ കൈവെക്കാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സ്വഹാബാക്കളോട് പറയും, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് എന്നവരെ നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് വഅദ് തുടങ്ങുക. മോനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, മോനെ ഉപ്പയ്ക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളോട് ഉപദേശിക്കേണ്ടത്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സ് പ്രായമുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന, അബ്ബാസ് തങ്ങളുടെ ചെറിയ കൊച്ചുമകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് 10 വയസ്സ് പ്രായമുള്ള മകനോട് പോലും നബി തങ്ങൾ ഉപദേശിക്കുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്, പൊന്നുമോനെ നിനക്ക് ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞു തരട്ടെ. യൻഫഉകല്ലാഹു ബിഹിന്ന, ആ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. എന്താണ് അതിന്റെ നേട്ടമെന്ന്, അതിന്റെ പ്ലസ് പോയിന്റ് എന്താണ്, അതിന്റെ ഫലം എന്താണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെറിയ മക്കൾക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അത് ചെയ്യേ, ഇത് ചെയ്യേ, നിസ്കരിക്ക്, അങ്ങനെയല്ല പറയേണ്ടത്. നിസ്കരിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം. നോമ്പെടുക്കാൻ നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, പൊന്നുമോനെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, എന്നാൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആരോടായി പറയുന്നത്? 10 വയസ്സുള്ള മകനോടാ പറയുന്നത്. ആലോചിച്ചു നോക്ക്, നമ്മുടെ 10 വയസ്സുള്ള മകന് എത്ര വലുപ്പുണ്ടാവും? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും? 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടിയോടാണ് നബി തങ്ങൾ പറയുന്നത്, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? കണ്ണുകളിലൂടെ സൂക്ഷിക്കാനുണ്ട്, ചെവിയിലൂടെ സൂക്ഷിക്കാനുണ്ട്, കാലുകളിലൂടെ സൂക്ഷിക്കാനുണ്ട്, ഹൃദയങ്ങളിലൂടെ സൂക്ഷിക്കാനുണ്ട്, നാവിലൂടെ സൂക്ഷിക്കാനുണ്ട്. മോനെ നിന്റെ കണ്ണുകളിലൂടെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്ന്. കണ്ണിന്റെ കാഴ്ചശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. അല്ലാഹുവിനെ കണ്ണിലൂടെ സൂക്ഷിക്കണം. എന്താണ് കണ്ണിലൂടെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണ്ണുകളിലൂടെ കാണാൻ പാടില്ലാത്തതൊന്നും കാണാൻ പാടില്ല. നിഷിദ്ധമാക്കിയതൊന്നും കാണരുത്, ഹറാമാക്കിയതൊന്നും കാണരുത്. ഹറാമായത് കാണൂല എന്ന ഉറപ്പ് തരികയാണെങ്കിൽ അല്ലാഹു തആല നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. 100 കഴിഞ്ഞിട്ടും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാത്തവരുണ്ട്, 90 കഴിഞ്ഞിട്ടും കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടാത്തവരുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി, ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ കണ്ണുകൾ സൂക്ഷിച്ചതുകൊണ്ട് എന്റെ വാർദ്ധക്യത്തിൽ അല്ലാഹു എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി സൂക്ഷിച്ചു എന്നാണ്. അപ്പൊ കണ്ണിന്റെ കാഴ്ചശക്തി അല്ലാഹു സൂക്ഷിക്കും. അല്ലാഹുവിന് വേണ്ടി കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ചെവിയെ അല്ലാഹു സൂക്ഷിക്കും. ചെവിയുടെ കേൾവി ശക്തി അല്ലാഹു സൂക്ഷിക്കും. പ്രായമായാലും വയസ്സായാലും വാർദ്ധക്യത്തിന്റെ
വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുകയാണെങ്കിൽ വരെ നമ്മുടെ കേൾവി ശക്തിക്ക് ഒരു തകരാറും സംഭവിക്കൂല. ഈ ചെവി അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ, ഹറാമുകൾ കേൾക്കാതിരുന്നാൽ, മിസ്കുകളായാലും ഗീബത്തായാലും നമീമത്തുകളായാലും അശ്ലീല വർത്തമാനങ്ങളായാലും ഈ ചെവിയിലൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ചെവിയുടെ കേൾവി ശക്തി അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. പിന്നെയുള്ളത് നമ്മുടെ നാവാണ്. നാവാണെങ്കിൽ ഹറാമിലേക്ക് പോവാതെ, കളവ് പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളും നരകത്തിൽ കിടക്കാൻ കാരണമാകുന്നത് അവരുടെ നാവ് കൊണ്ടായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി വഹൽ യകുബ്ബുന്നാസു അലാ മനാഖിരിഹിം ഇല്ലാ ഹസ്വാഇദു അൽസിനതിഹിം നബി തങ്ങളാണ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ മനുഷ്യനും നരകത്തിലേക്ക് വീഴുമെങ്കിൽ അവരുടെ നാവ് കാരണത്താലായിരിക്കും വീഴുന്നത്. നിസ്കാരത്തിന് ഇവിടെ കുറവില്ല, ആർക്കും ആരാധനകൾക്ക് കുറവില്ല. ബഹുഭൂരിഭാഗം ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കും. നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോകുന്നവരായിരിക്കും. സ്വതക്ക കൊടുക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, ജീവിതത്തിൽ നന്മകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നാവ് സൂക്ഷിക്കാൻ മടിയുള്ളവരാണ്. നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ നാവ് ഉപയോഗിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ്. അല്ലേ, ആർക്കും ഇവിടെ തഹജ്ജുദില്ലാത്ത? തഹജ്ജുദിന്റെ കുറവാണോ? ഖിയാമുൽ ലൈലിന്റെ കുറവാണോ? സുന്നത്തിന്റെ കുറവാണോ? എന്താ കുറവുള്ളത്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഒരാൾ അന്ത്യനാളിനെ കൊണ്ടും അല്ലാഹുവിനെ കൊണ്ടും വിശ്വസിക്കുകയാണെങ്കിൽ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ നാവ് എടുക്കുകയാണെങ്കിൽ, നാവ് ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വായ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ നല്ലതേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരെ കുറിച്ചൊരു വാക്ക് പോലും പറയരുത്. കുറ്റങ്ങളാണെങ്കിൽ നല്ലത് പറയാം, ചീത്ത പറയരുത്. ഗീബത്തുകൾ വരരുത്, കളവ് വരരുത്, നമീമത്ത് വരരുത്. നമ്മുടെ നാവുകൾ കൊണ്ട് ഫിത്നയുണ്ടാക്കരുത്. നാവ് നിങ്ങൾ വായ തുറക്കുകയാണെങ്കിൽ നല്ലതിനു വേണ്ടിയല്ലാതെ വായ തുറക്കരുത്. ഇനി നല്ലതല്ല എന്ന് തോന്നിപ്പോയാൽ നിങ്ങൾ വായ തുറക്കരുത്, അത് പൂട്ടി വെക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളല്ലേ പഠിപ്പിച്ചത്. നാവ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ ഹറാമിലകപ്പെടാതെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച രീതിയിൽ പരിശുദ്ധ ഇസ്ലാം കാണിച്ചു തന്ന വഴിയിൽ നാവ് സൂക്ഷിക്കുമെന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാവിലൂടെ ഹറാമുകൾ വരാതെ, മറ്റുള്ളവരുടെ ഗീബത്തോ നമീമത്തോ പറയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്നവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, മൗലീദ് പാരായണം ചെയ്തവർ, സിയാറത്ത് ചെയ്തവർ, അതേപോലെ മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തവർ, ഹദ്ദാദ് ചൊല്ലിയവർ, ബൈത്തുമാല പാടിയവർ, റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം കൊണ്ട് ആഘോഷിച്ച സുന്നത്ത് ജമാഅത്തിന്റെ സാദാ പ്രവർത്തകരിൽ ബഹുഭൂരിഭാഗം ആളുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുന്നത് കണ്ടവർ ഈ സദസ്സിലുണ്ടാവും. കുടുംബത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിച്ച ആളുകളുണ്ടാവില്ലേ? എന്റെ കുടുംബത്തിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ഒരാളുണ്ട്, രണ്ടാളുണ്ട്, അവരൊക്കെ സുന്നികളല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, മൗലീദ് പാരായണം ചെയ്തവർ, ഹദ്ദാദ് ചൊല്ലിയവർ, മജ്ലിസുൻ നൂറിൽ പങ്കെടുത്തവർ, റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ ജന്മദിന ഹബീബിന്റെ ജന്മദിനം ആഘോഷിച്ചവർ, ഇതെല്ലാം ചെയ്ത നാടന്മാരായ ആലിമീങ്ങളെ കുറിച്ചോ പണ്ഡിതന്മാരെ കുറിച്ചോ സൂഫിവര്യന്മാരുടെ കഥകളൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാ നാടന്മാരായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾക്ക് ഇവിടെയും പിഴച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ മരണപ്പെടാൻ ഒരാൾക്ക് സാധിക്കുന്നത് അയാളുടെ നാവ് സൂക്ഷിക്കുമ്പോഴാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്.
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇതാ സ്വർഗ്ഗാവകാശി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും, താമസിയാതെ ഒരു സ്വർഗ്ഗക്കാരൻ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു. സ്വഹാബാക്കളൊക്കെ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ അൻസാരിയായ ഒരു ചെറുപ്പക്കാരൻ ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ച് താടിരോമങ്ങളിലൂടെ ഉളൂഇന്റെ വെള്ളം ഇങ്ങനെ ഇറ്റിക്കൊണ്ട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. പിറ്റേ ദിവസവും നബി തങ്ങളും സ്വഹാബാക്കളും ഇരിക്കുമ്പോൾ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇതാ ഒരു സ്വർഗ്ഗക്കാരൻ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഇന്നലെ വന്നവരാണ് ഇന്ന് വന്നത്. ഇന്നും പറഞ്ഞു നബി തങ്ങൾ, ഇന്നും ഒരാൾ കടന്നു വരുമെന്ന്. 3 ദിവസം തുടർച്ചയായി കടന്നു വന്നത് ഒരേ ഒരാളാണ്. ചെരുപ്പ് ഇടത് കൈയിൽ പിടിച്ചിട്ട് ഉളൂഇന്റെ വെള്ളം താടിരോമങ്ങളിലൂടെ ഇറ്റ് വീഴുന്ന ഒരു അൻസാരിയായ ഒരു സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ആനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളാണെന്ന് തോന്നുന്നു. പഠിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗ്ഗക്കാരനായത്? നമ്മൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാൾ മരണപ്പെടുന്നുവെങ്കിൽ അയാൾ അങ്ങനെ മരണപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അയാളുടെ പ്രത്യേകത നമ്മൾ പഠിക്കണം. നമ്മൾക്ക് അങ്ങനെ മരണപ്പെടണ്ടേ? ഒരാളുടെ ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനിടയിൽ 1000 വർഷം അയാൾ ജീവിച്ചാലും അയാളുടെ തിന്മകളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്ങനെയാവുന്നു? ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങനെയാവും? ഉമ്മമാരാണ്, സ്ത്രീകളാണ് അത് അധ്വാനിക്കേണ്ടത്. പ്രസവിച്ച മക്കളെ അനാവശ്യമായ സംസാരങ്ങൾ, പ്രസവിച്ച് മുലപ്പാല് നൽകുന്ന മക്കളുടെ മുമ്പിൽ നിങ്ങൾ നടത്തരുത്. അനാവശ്യമായ വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ സംസാരിക്കരുത്. നിരന്തരമായി പാല് കൊടുക്കുമ്പോഴും തൊട്ടിൽ വെച്ച് ആട്ടുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊരു മനോഹരമായ താരാട്ടുപാട്ടാണിത്. മനോഹരമായ താരാട്ടുപാട്ടാണിത്. ഇത് പാടേണ്ട രീതിയിൽ പാടിയിട്ട് വേണം മുലപ്പാല് കൊടുക്കേണ്ടത്, കുട്ടിയെ നമ്മൾ ഉറക്കേണ്ടത്. നിരന്തരമായി ഈ പാട്ടാണ് നമ്മൾ, വേറൊരു പാട്ടും വേണ്ട. നിരന്തരമായി ഈ പാട്ടാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ താരാട്ട് പാട്ടായി ഉപയോഗിക്കുന്നതെങ്കിൽ ആ മക്കൾ ആദ്യമായി സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാകുമെന്നതിൽ സംശയമേ ഇല്ല. പിന്നെ ഉപ്പയാണ്, ഉമ്മയാണ്, ബാപ്പച്ചിയാണ്, ഉമ്മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം സംസാരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവട്ടെ മുഅ്മിനീങ്ങളെ. അങ്ങനെയായി കഴിഞ്ഞു. ഇനി ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് അവസാനമായി സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അതിനിടയിൽ എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അവർ ചെയ്ത തിന്മകളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യൂല എന്ന ഹദീസുകളിൽ കാണാം. അപ്പൊ നമ്മൾ പഠിക്കണം എങ്ങനെ ഇവർക്ക് അങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ മഹാന്മാരുടെ മരണമൊന്നും വഫാത്തൊന്നുമില്ല. ലത്തീഫത്ത് ഉസ്താദിന്റെയോ ആലമ്പാട് ഉസ്താദിന്റെയോ ശൈഖുനാ ചുറുശ്ശേരി ഉസ്താദ് അവരുടെ ശംസുൽ ഉലമ ഇവരുടെതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവരൊക്കെ പ്രഗത്ഭരായ മഹാന്മാരാണ്, സാധാ തനി നാടന്മാരായ ആളുകൾ. എങ്ങനെ അവർക്ക് ഇങ്ങനെ മരണപ്പെടാൻ കഴിഞ്ഞു എന്നൊന്ന് പഠിക്കണം നമ്മൾ. നമ്മൾക്കപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത. അവർ നാവ് സൂക്ഷിച്ചു എന്നതായിരിക്കും. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഖബറിൽ മരണപ്പെട്ടു പോയ മയ്യിത്ത് കണ്ട കഥകൾ നമ്മൾ കേട്ടവരാണ് ബഹുഭൂരിഭാഗം ആളുകളും. അവരെ കുറിച്ച് അവരുടെ മക്കൾ പറഞ്ഞത് നാവ് സൂക്ഷിക്കുകയും സൽസ്വഭാവി ആയിരുന്നു എന്നാണ്. അതേപോലെ തന്നെ സ്വർഗ്ഗക്കാരനാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അൻസാരിയായ സ്വഹാബിയുടെ പ്രത്യേകത എന്താണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന് ഒരാളോടും ചുടിയില്ല, ഒരാളോടും പിണക്കമില്ല, ഒരാളോടും അസൂയയില്ല, ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് പറയാറില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് സംസാരിക്കാറില്ല. എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെ കുറിച്ചും നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് അയാൾ സ്വർഗത്തിലെത്തിയത് എന്ന് പഠനം നടത്തിയ മഹാനായ സഹാബി വ്യക്തിക്ക് മനസ്സിലായി. അതേപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഒരാൾ മരണപ്പെടുന്നത് ആഖിബത്ത് നന്നായി മരണപ്പെട്ടതിന്റെ ലക്ഷണമാണത്. എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അവർ നാവ് സൂക്ഷിച്ചവരാണ് എന്ന്. എന്റെ ഭാര്യ പിതാവ് അങ്ങനെ മരണപ്പെട്ടാണ്. ജീവിതത്തിൽ നാവ് കൊണ്ട് ഒരാളെ പോലും വേദനിപ്പിക്കാത്ത വ്യക്തിയാണ് അദ്ദേഹം.
ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, വീട്ടിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളോ കോഴികളോ ഒരു പൂച്ചയെ പോലും ജീവിതത്തിൽ നോവിക്കാത്ത, നാവ് കൊണ്ട് മറ്റൊരാളെ കുറിച്ച് ഒരു വാക്ക് പോലും വേണ്ടാത്തത് പറയാത്ത വ്യക്തിയാണ് അദ്ദേഹം. വലിയ ആബിദൊന്നുമില്ല, വലിയ ഇബാദത്തൊന്നുമില്ല, സാധാ മനുഷ്യൻ. 5 നേരത്തെ നിസ്കാരം അത്രേ ഉള്ളൂ, പ്രത്യേകമായിട്ട് വേറെ ഇബാദത്തൊന്നുമില്ല. പക്ഷേ നാവ് വളരെ പ്രധാനമാണ്. നാവ് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് നാവ്. മരണപ്പെട്ടപ്പോൾ ആളുകൾ പറഞ്ഞത് അദ്ദേഹം ഒരു മൃഗത്തെ പോലും ഒരു ജന്തുവിനെ പോലും നോവിക്കാത്തൊരു പച്ചപ്പാവമാണെന്ന്. അതുപോലെയാവണം നമ്മുടെ നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറിയ 10 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോടാണ് പറയുന്നത്, പൊന്നുമോനെ, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സൂക്ഷിക്കുമെന്ന്. ആ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് കണ്ണ്, സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ചെവി, സൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് നാവ്. നാവ് സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈമാൻ സലാമത്തായി മരണപ്പെടാനും ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം നൽകുമെന്നതിന് സംശയമില്ല. പിന്നെ നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും നമ്മുടെ ഹൃദയങ്ങളും എല്ലാം അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് അപകടങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, ശർറായ ഖലായിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കാതിരിക്കില്ല. അല്ലാഹു തആല ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന്, സാഹിറന്മാരുടെ സിഹറിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, അതേപോലെ അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ സംരക്ഷണം അത്ഭുതകരമായ രീതിയിൽ ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബിതങ്ങൾ ഉപദേശിക്കുന്നത് അങ്ങനെയാണ്. വിളിക്കുമ്പോ ആ ഒരു സ്നേഹവും ആ ഒരു സ്നേഹപ്രകടനവും കാണണം. ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം കൊണ്ട് അവരെ വിളിക്കണം. യാ ഗുലാം, പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? അത് ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നാ പറഞ്ഞത്. ഉപകാരമുള്ള വിഷയമല്ലേ ഇത്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താമെന്ന്. മുമ്പിലേക്ക് അല്ലാഹുവിനും അപകട സമയങ്ങളിൽ അല്ലാഹു മുമ്പിലുണ്ടാകും എന്ന് പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. ചെറുവത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്തൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ മഹല്ലുകാരനാണ്, മാലിക് ദിനാർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് പാളത്തിലൂടെ ട്രാക്കിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നാണ് ട്രെയിനിന്റെ ഒരു ശബ്ദം, ചൂളം വിളി കേട്ടത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാതെ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ശക്തമായ ശബ്ദം, ട്രെയിൻ വരുന്ന ശബ്ദമാണത്. ട്രെയിനിന്റെ ശബ്ദം അടുത്തെടുത്ത് വരുമ്പോഴേക്കും ആരോ ഒരാൾ കടന്നു വന്ന് എന്നെ തള്ളിയിട്ടു, ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. എന്നിട്ട് എന്റെ കൈ പിടിച്ചു. നോക്കുമ്പോൾ ട്രെയിൻ കടന്നുപോയി. എന്റെ കൈ പിടിച്ചു. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാലിക് ദിനാറിലേക്കാണെന്ന്. എന്നിട്ട് എന്നെ മാലിക് ദിനാറിലേക്ക് കൊണ്ടുപോയി തിരിച്ചുപോയി. അദ്ദേഹം ആരാണെന്ന് അയാൾക്കറിയില്ല. നല്ലൊരു മനുഷ്യനാണ്, സദാസമയവും ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആരാണ് രക്ഷപ്പെടുത്തിയത്? അതാണ് അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിനെ കണ്ടെത്താം. ഇത്തരം അപകടമുള്ള സമയങ്ങളിൽ സഹായിക്കാൻ അല്ലാഹു കടന്നു വരുമെന്ന് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് വീണപ്പോ കത്തി അമർന്നു പോകുന്നതിന് പകരം അല്ലാഹുവിന്റെ അല്ലാഹു തആലയെ ജീവിതത്തിൽ സൂക്ഷിച്ചത് കാരണത്താൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടിരോമങ്ങളിൽ നിന്ന് ഒരു രോമം നരബാധിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഇന്നവരെ ഈ താടിരോമം നരബാധിക്കുന്നതുവരെ, അഥവാ എപ്പോഴാണ് ഒരാളുടെ താടിരോമം നരബാധിച്ചു തുടങ്ങുന്നത്? വയസ്സാകുമ്പോഴാണ്. താടിരോമത്തിന് നരബാധിച്ചു തുടങ്ങിയാൽ അയാൾ വയസ്സന്മാരുടെ ലിസ്റ്റിലേക്ക് കയറി എന്നാണ് അർത്ഥം. അദ്ദേഹം പറയാണ്, ഇതുവരെ കണ്ണിമ വെട്ടുന്ന ഒരു തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നില്ലല്ലോ, അൽഹംദുലില്ലാഹ്. കണ്ണിമ വെട്ടുന്ന ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല. ഏതുവരെ? താടിരോമം നിരക്കുന്നത് വരെ.
അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ടാണ് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീൻ അള്ളാഹു എസിയാക്കി മാറ്റിയത്, എയർ കണ്ടീഷന്റെ എയർ ആക്കി മാറ്റിയത്, ചൂടില്ലാത്ത തണുപ്പില്ലാത്ത നല്ലൊരു അന്തരീക്ഷമാക്കി മാറ്റിയത് അള്ളാഹുവിനെ സൂക്ഷിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു ഇത്തരം ഈ രീതിയിൽ അത്ഭുതകരമായ സഹായങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകാതിരിക്കില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂർത്ത കല്ലുകളുമായി ആക്രമിക്കാൻ വന്ന ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കൂർത്ത കല്ലുകളുമായി കടന്നു വന്നിട്ട് നബി തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാതെ തിരിച്ചുപോയത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അള്ളാഹു തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് മറയിട്ട് കൊടുത്തത്, സിദ്ദീഖ് തങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് എവിടെ നിന്റെ മുഹമ്മദ് എന്ന് ചോദിച്ച് മുഹമ്മദിനോട് പറ, ഞാൻ ആരാണ്, നിന്റെ കുടുംബം ആരാണെന്ന് പറഞ്ഞേക്ക്, എന്നോട് കളിക്കരുത് എന്ന് പറഞ്ഞേക്ക്, ഈ കല്ലുകൊണ്ട് ഞാൻ മുഹമ്മദിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ച് തിരിച്ചുപോയത്. തൊട്ടുപുറത്ത് അള്ളാഹുവിന്റെ ഹബീബുള്ളത് കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അള്ളാഹു കടന്നു വരുമെന്നാണ്. അതേ ഹബീബ് തന്നെയാണ് പരിശുദ്ധമായ തൗറന്ന ഗുഹയിലിരിക്കുമ്പോ ശത്രുക്കൾ ഗുഹാമുഖത്തേക്ക് എത്തി. ആ സമയത്ത് അള്ളാഹു തആല പെടുന്നനെ ഒരു വൃക്ഷം നട്ടു വളർത്തുന്നത്, പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഒരു മരം നട്ടു വളർത്തുന്നത് ഗുഹയുടെ മുമ്പിൽ, പെട്ടെന്ന് തന്നെ പ്രാവിനോട് മുട്ടയിടാൻ പറയുന്നത്, ചിലന്തിയോട് വല നെയ്യാൻ പറയുന്നത്, എന്നിട്ട് പോലും ഗുഹാമുഖത്തേക്ക് എത്തിയ ശത്രുക്കൾക്ക് താഴോട്ട് നോക്കാനുള്ള മനസ്സ് കൊടുക്കാത്തത്, താഴോട്ട് നോക്കാനുള്ള ചിന്ത കൊടുക്കാത്തത്, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചതുകൊണ്ടും അള്ളാഹുവിൽ പൂർണ്ണമായി ബലമേൽപ്പിച്ചതുകൊണ്ടും അത്ഭുതകരമായ സഹായം അള്ളാഹു നൽകുകയാണത്. ഈ രീതിയിൽ നമ്മളൊക്കെ ചെയ്താൽ നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ചെവികളെ, നമ്മുടെ കാലുകളെ, നമ്മുടെ കൈകളെ, നമ്മുടെ നാവിനെയും നമ്മുടെ ഹൃദയങ്ങളെയും ഹറാമിലേക്ക് പോവാതെ ഇനി തീരെ ഹറാമിലേക്ക് പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മനുഷ്യരാകുമ്പോ തെറ്റുകൾ വന്നേക്കാ, കണ്ണുകൾ കൊണ്ട് ഹറാമ് കണ്ടേക്കാ, കൈകൾ കൊണ്ട് ഹറാമ് ചെയ്തേക്കാ, കാലുകൾ കൊണ്ട് ഹറാമിലേക്ക് നടന്നേക്കാ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചേക്കാം. പക്ഷേ ഇത്തരം തെറ്റുകൾ കടന്നു വരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് ബോധോദയമുള്ളവരാകണം നമ്മൾ. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ആരാണ് തഖ്വയുള്ളവർ? ആരാണ്? ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, തഖ്വയുള്ള ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാൻ, പൈശാചികമായ ചിന്തകൾ കടന്നു വന്നുപോയാൽ, അഥവാ ഒരു തെറ്റു ജീവിതത്തിൽ വന്നുപോയാൽ, തദക്കറൂ, അവരുടനെ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. അല്ലെങ്കിൽ തെറ്റു ചെയ്യാൻ സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ തെറ്റിലേക്ക് അകപ്പെടാതെ തദക്കറൂ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അതല്ല, ജീവിതത്തിൽ തെറ്റു വന്നുപോയാൽ ഉടനെ തന്നെ അല്ലാഹുവിനെ ഓർത്ത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് മുത്തഖീങ്ങൾ. എല്ലാവരും തീരെ തെറ്റ് ചെയ്യൂല എന്നും പറയാൻ കഴിയില്ല. മലക്കുകളാണ് തെറ്റ് ചെയ്യാത്തത്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാത്തവരാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്മാർ അങ്ങനെയല്ല. മനുഷ്യന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. മനുഷ്യരൊക്കെ തെറ്റുകാരാണ്, തെറ്റുകാരിൽ അള്ളാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്നവരോടാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മഅസൂമായ ഒരാളും ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല. മഅസൂം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാളും കടന്നു വന്നിട്ടില്ല. അവസാനം അങ്ങനെ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾ അള്ളാഹുവിന്റെ ഹബീബാണ്. അഥവാ ഹബീബിന്റെ കാലശേഷം ആർക്കും തെറ്റുപറ്റാമെന്നാണ്. അങ്ങനെ തെറ്റുപറ്റിയ ആളുകളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ഏറ്റവും കൂടുതൽ തൗബ ചെയ്യുന്നവരാണ്. ആരാണോ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്നത്, ആരാണോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്, ആരാണോ ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ മടങ്ങുന്നത്, അവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.